ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നാട്ടിലെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തുടങ്ങി തിരിച്ച് യുഎയിലേക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മൊത്തത്തിൽ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. നമ്മൾ പ്രവാസികൾ ഓരോ തവണ നാട്ടിലേക്ക് വരുമ്പോഴും ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടും ഒരുപാട് പ്ലാനിങ്ങോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അതിൽ ചിലതൊക്കെ നടക്കും, ചിലതൊക്കെ നടക്കില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള പലതും സംഭവിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇത്തവണ നാട്ടിലേക്ക് വരുമ്പോഴും ഞങ്ങൾ ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്ലാനിങ്ങിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഇത്തവണ അപ്രതീക്ഷിതമായിട്ട് നടന്നത്. ഒരു സംഭവമല്ല, കുറേ കാര്യങ്ങളൊക്കെ നടന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് എനിക്ക് തോന്നുന്നത് ഈ വീടിന് തറയിട്ട് എന്ന് തന്നെയുള്ളതാണ്. അപ്പം പുതിയ വീടിന് തറയിട്ടു. ഞങ്ങൾ താമസിക്കുന്നത് തറവാട് വീട്ടിലാണ് കേട്ടോ. തറവാട് വീട് ഒരു കുറച്ച് പഴക്കമുള്ള വീടാണ്. ഞങ്ങൾ തന്നെ ഉള്ളൂ വീട്ടിൽ, തറവാട് വീട്ടിൽ. എന്നാലും അത് മെയിൻ്റനൻസ് കുറച്ച് പാടായതുകൊണ്ടും പിന്നെ അതിൻ്റെ മോഡിഫിക്കേഷൻ വരുത്താമെന്ന് വയ്ക്കുമ്പം എല്ലാവരും പറഞ്ഞു പുതിയ വീട് ഉണ്ടാക്കുന്നതിനാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മൾ തറവാട് വീടിൻ്റെ സൈഡിലായിട്ടാണ് ഇപ്പോൾ പുതിയ വീട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തവണ നാട്ടിലേക്ക് വന്ന് കുറച്ച് ദിവസം ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പം ജസ്റ്റ് ഒരു എൻജിനീയറെ പോയി കണ്ടെന്നേ ഉള്ളൂ. അതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ വീടിന് തറയിട്ടു. എല്ലാം പല ദിവസം എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ കേട്ടോ. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് റെഡിയായ ശേഷം തറയൊക്കെ ഇട്ട ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് ഉണ്ട്. അപ്പം ഡ്രസ്സാണ് കേട്ടോ ഗിഫ്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് പട്ടാമ്പിയിലുള്ള മറിയാസ് ബുട്ടിക്കിൽ നിന്നാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്കും പിന്നെ വാട്സപ്പ് നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ പിന്നെ കമൻറ്റായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡ്രസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അവരുമായിട്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ടും അൺബോക്സ് ചെയ്ത് കാണാം. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ഫേവറേറ്റ് കളറിലുള്ള ഡ്രസ്സാണ് കേട്ടോ. ആ സോഫയുടെ കളറും ഡ്രസ്സിൻ്റെ കളറൊക്കെ സെയിമായി തോന്നുന്നില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണിത്. നല്ലൊരു ബ്ലൂ ആണ്. അപ്പോൾ അതിൽ നല്ല സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അതുപോലെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അളവൊക്കെ ഞാൻ കുറച്ച് ലൂസിലാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ അതിൻ്റെ ഷോളും കണ്ടോ, ഒത്തിരി സിമ്പിളായിട്ടുള്ള ഇതാണ്, ഡിസൈനാണ്. അടുത്തതും ഒരു ലോങ് ടോപ്പാണ്. ഈ ഒരു കളറും ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എൻ്റെ അടുത്തുള്ള രണ്ട് കോമൺ കളേഴ്സാണ് ഇത് രണ്ടും. അപ്പം ഈ ഒരു കളറിലും എനിക്ക് ഒരുപാട് ഡ്രസ്സുകളും ഷോളും ഹിജാബൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതും ഇങ്ങനെ ബലൂൺ സ്ലീവൊക്കെ വരുന്നിട്ടുള്ള ഒരു ലോങ് ടോപ്പാണ്. അപ്പോൾ ഞാൻ എല്ലാതും ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. പിന്നെ ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിട്ട് നോക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പം എല്ലാം ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ട് പിന്നെ ഞാൻ ഇടുന്ന സമയത്ത് ഞാനത് ഷെയർ ചെയ്യാം കേട്ടോ. അടുത്തത് ഒരു ബേബി പിങ്കിലുള്ള ഒരു പലാസോ പാൻറ്റും പിന്നെ ഒരു ടോപ്പുമാണ്. എല്ലാം ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡ്രസ് കളക്ഷൻസ് ആട്ടോ. പിന്നെ ഒരു ക്രീമിൽ നമ്മൾ ഫസ്റ്റ് കണ്ട ആ മോഡൽ തന്നെ ക്രീമിൽ നെറ്റിൻ്റെ ഷോളൊക്കെ വരുന്നിട്ടുള്ള വേറൊരു ഡ്രസ്സ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് കാണിക്കാം. ഇട്ടിട്ട് കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. തുണിയൊക്കെ സാധാരണ നോർമൽ തുണി തന്നെയാണ്.
അപ്പോൾ എല്ലാതും ഇഷ്ടമായി. അതിലെനിക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലൂ ആട്ടോ, ബലൂൺ സ്ലീവാണ്. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പാട്ടോ. പിന്നെ അതുപോലെ ഷോളിൽ ഇങ്ങനെ താഴെ മാത്രം വർക്ക് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല സിമ്പിളാണ്, എലഗൻറ്റ് ലുക്കും വരുന്നുണ്ട്. നല്ല തുണിയാണ്, നല്ല ഒതുങ്ങി കിടക്കുന്ന തുണിയാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സും എനിക്കിഷ്ടപ്പെട്ടു, നല്ല കളറും. പിന്നെ ആ ഒരു സ്ലീവ് ബലൂൺ സ്ലീവ് വരുന്നുണ്ട്, കൈൻ്റെ അറ്റത്ത് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ബലൂൺ സ്ലീവ്. അപ്പം എല്ലാതും കസ്റ്റമൈസ്ഡ് ആണ്. അപ്പം ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ പിൻ്റെ കമൻ്റ് ആയിട്ട് കൊടുക്കാം, അവരുടെ വാട്സപ്പ് നമ്പറും ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്കൊക്കെ. അപ്പം താല്പര്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ പുതിയ വീട് വെക്കാൻ വേണ്ടിയിട്ട് പറമ്പ് നിരത്തുന്ന സമയത്ത് അവിടെ 1-2 സാധനങ്ങളൊക്കെ നമുക്ക് വെട്ടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഒരു മാവ് ഉണ്ടായിരുന്നു. ആ മാവ് വെട്ടുന്ന സമയത്ത് എല്ലാവർക്കും ഒത്തിരി വിഷമമായിരുന്നു. ഒത്തിരി പഴക്കമുള്ള ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള ഒരു മാവായിരുന്നു അത്. അപ്പോൾ മാക്സിമം ഇത് വെട്ടാണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ആ പറമ്പിൻ്റെ ഒത്ത നടുക്കായിട്ടായിരുന്നു ഈ ഒരു മാവ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വെട്ടാണ്ട് വേറെ നിവൃത്തിയില്ല. അപ്പോൾ അതിൽ കുരുമുളകിൻ്റെ വള്ളി പടർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കുരുമുളകും കിട്ടി. അപ്പോൾ തിരിച്ച് UAE പോകാനുള്ള സമയമായി. അപ്പോൾ പോകുന്നതിന് 1-2 ദിവസം മുമ്പ് തന്നെ ബന്ധുക്കളൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡും ഉമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പോകാനാവുമ്പോൾ നമുക്ക് യാത്ര പറച്ചിലും അതൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും വലിയ മൂഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു കണ്ടിന്യൂഷനൊന്നും ഇല്ലായിരുന്നു വീഡിയോക്ക്. അപ്പം 2 ദിവസം വൈകിട്ടുള്ള വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇനി കാണാൻ പോകുന്നതൊക്കെ. അപ്പോൾ ഇത് എൻ്റെ ഇക്കാടെ വേറൊരു അമ്മായിയുടെ വീടാണ്. അവിടേക്കൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പം തിരിച്ച് പോകാൻ നേരമാണ് നമ്മൾ യാത്ര പറച്ചിലിനാണ് അങ്ങോട്ടേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നല്ലൊരു സ്നാക്ക് ഐറ്റം കണ്ടു. ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ റെസിപ്പി. ഈ കടല മസാലയുടെ കൂടെ കക്കരി, ക്യാരറ്റ്, തക്കാളി, സവാള ഇതെല്ലാം കൂടി ചെറുനാരങ്ങ നീരും ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് പോകാനായപ്പം റോയ്മോളെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി. ഞാൻ ശരിക്കും മുടി മൊട്ടടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അവിടുന്ന് അവർ ഇതുപോലെ ആക്കി തന്നു. അപ്പം കുഴപ്പമില്ലാത്തൊരു ലുക്കുണ്ട്. മുടിയൊക്കെ നന്നായിട്ട് ചെറുതാക്കി. ഇതിപ്പോൾ ഞങ്ങൾ കോവിഡ് ടെസ്റ്റിനായിട്ട് ഇവിടെ ഒരു ലാബിൽ വന്നതാണ്. തിരിച്ച് പോകാൻ നേരം ടെസ്റ്റ് ചെയ്യണമല്ലോ, അപ്പോൾ അതിനായിട്ട് വന്നതാണ്. അങ്ങനെ അവിടെ ടെസ്റ്റിന് കൊടുത്ത ശേഷം പിന്നെയും യാത്ര പറച്ചിലിന് ഇറങ്ങിയതാണ്. വന്ന പടനെ ആരെയും കാണാൻ പോയിട്ടില്ലായിരുന്നു. പിന്നെ തിരിച്ച് പോകാൻ നേരമാണ് എല്ലാവരെയും പോയി കാണുമൊക്കെ. അപ്പോൾ ഇത് ഇക്കാടെ വേറൊരു അമ്മായിയും അമ്മായിയുടെ ഹസ്ബൻഡുമാണ്. അപ്പോൾ ഇവിടെ അമ്മായിയുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വീട്ടിൽ ഒരുപാട് പൂച്ചകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പം അവിടെ പോയിട്ട് റോസോ പൂച്ചനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചപ്പം പോയതാണ്. അപ്പോൾ ഇവിടെ 45ഓളം പൂച്ചകളുണ്ടെന്ന് പറഞ്ഞു. കുറേ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. റോസു ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുമായിരുന്നു. കാരണം റോസിന് ഭയങ്കര ഇഷ്ടമാണ് പൊതുവെ പൂച്ചനെയും പൂച്ചക്കുട്ടികളൊക്കെ. അപ്പം ഇവിടെ സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റീസും കാണാൻ പറ്റും. അതുപോലെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പൂച്ചയും പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം അവിടെ പൂച്ചൻ്റെ പിന്നാലെ നടക്കുകയും അതിനെ കളിപ്പിച്ചൊക്കെ നടന്നു കേട്ടോ അവൾ. അപ്പം എനിക്ക് വീഡിയോ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് എൻ്റെ വേറൊരു എളാപ്പയുടെ വീടാണ്. അവിടേക്കും യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോയുമായിട്ടോ ഒക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.